നമസ്കാരം പ്രിയമുള്ളവരെ, എസ് ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കെ സ്മാർട്ട് പദ്ധതി കേരള സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിട്ട് നിലകൊള്ളുന്ന ഒരു പദ്ധതിയാണ് കെ സ്മാർട്ട്. ഈ കെ സ്മാർട്ട് 2024 മുതൽ അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. നമുക്കറിയാം, കെ സ്മാർട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ അത് തുടങ്ങിക്കഴിഞ്ഞു. പക്ഷെ അത് എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ ഈ ഏപ്രിൽ മുതൽ മൊത്തവും നമ്മുടെ കെ സ്മാർട്ടിലേക്ക് ഡിജിറ്റലൈസേഷൻ ആയിരിക്കുകയാണ്. ഇപ്പോൾ കെ സ്മാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം വരുന്നത് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ റിഫോമിംഗ് ടെക്നോളജി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ കെ സ്മാർട്ടിൽ ഒരുപാട് പോസിറ്റീവ് വശങ്ങളുമുണ്ട്, അതിൻ്റെ നെഗറ്റീവ് വശങ്ങളുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് പോസിറ്റീവ് വശങ്ങൾ പറയാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നെഗറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ ഈ വീഡിയോ കഴിവതും നിങ്ങൾ എല്ലാ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. ഈ സർക്കാർ വൃത്തങ്ങളിലും മറ്റും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇതിനൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇത് കേരള സർക്കാരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത് നല്ലൊരു പദ്ധതിയായിട്ട് തുടർ ദിവസങ്ങളിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ആദ്യം നമുക്ക് പറയാം. അതായത്, നമുക്ക് ILGMS ടെക്നോളജി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടുകാരം അടയ്ക്കുന്ന സൈറ്റ്, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സൈറ്റുകളുണ്ട്. ഇവയെ എല്ലാം കൂടെ ഒരു സിംഗിൾ വിൻഡോയിലേക്കാക്കി സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് കെ സ്മാർട്ട് എന്ന പദ്ധതിയിലൂടെ. വളരെ നല്ല കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ, നമുക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും മറ്റുള്ള ഓഫീസുകളിലും പോയി നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ നമ്മുടെ കാര്യങ്ങൾ വീട്ടിലിരുന്നിട്ടായാലും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം ഇതിൻ്റെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ പഞ്ചായത്ത് ത്രൂ ആണെങ്കിലും ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഇപ്പോഴും ഇതിനകത്ത് കുറച്ച് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്ത് തലത്തിലായാലും ഇതിൻ്റെ സേവനദാതാക്കൾക്ക് ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇപ്പോൾ ലഭിക്കുന്നില്ല. അതാണ് അതിൻ്റെ ഒരു നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിനൊരു നമ്മുടെ ഷോപ്പിൻ്റെ ഒരു ലൈസൻസ് ഇപ്പോൾ പുതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉള്ള സോഫ്റ്റ്വെയർ വഴി നമുക്കത് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുവാൻ സാധിക്കുമായിരുന്നു. അതിനുശേഷം അത് നമ്മൾ ചില പഞ്ചായത്തുകളിൽ ഹാർഡ് കോപ്പി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ അത് റെഡിയാകുന്നു, ഒപ്പം നമ്മുടെ ഫോണിൽ മെസ്സേജ് വരുന്നു. ആ മെസ്സേജ് വെച്ച് നമുക്ക് ആ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നു. നിർഭാഗ്യവശാൽ ഇപ്പോഴത് കെ സ്മാർട്ടിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ അവിടെയുള്ള ഒഫീഷ്യൽസുകൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്യാത്തത് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞാൽ, ഒരു ലൈസൻസ് പുതുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഞ്ചായത്തിൽ വിളിക്കുന്നു, അവർ ഉടനെ പറയുന്നു അവിടെ ആളില്ല, അവർ ഹോസ്പിറ്റലിൽ പോയി, ഇതാ ലീവാണ്, കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം അവർ പറയും ഒരു 2 ദിവസം കഴിഞ്ഞ് വിളിക്കൂ, അപ്പോഴത്തേക്ക് നമുക്കത് ഡാറ്റ എൻട്രി ചെയ്ത് റെഡിയാക്കാം എന്ന് പറയും. അപ്പോൾ നമ്മൾ തിരിച്ച് 2 ദിവസം കഴിഞ്ഞ് വിളിക്കുമ്പോഴും ഇതേ അവസ്ഥയാണ്. അപ്പോൾ ഇത് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് 10,000-ഓളം എൻട്രികൾ ഇതിനകത്ത് ബാക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പഴയ ലൈസൻസുകൾ പുതുക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിലേക്കാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഡ്രോബാക്കാണ് ഇതിൻ്റെ. ഇപ്പോഴും നമുക്ക് ലൈസൻസ് പുതുക്കാൻ പറ്റാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയങ്ങളിൽ ഈ ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു വരുമാനം സർക്കാരിലേക്ക് ലഭിക്കുകയും അതുവഴി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഒരു നടപടി പഞ്ചായത്ത് തലത്തിൽ നിന്നും മുനിസിപ്പാലിറ്റി തലത്തിൽ നിന്നും ഈ പറഞ്ഞ കോർപ്പറേഷൻ തലത്തിൽ എല്ലായിടത്തു നിന്നും ഇതിന് നല്ല ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നേരെ പറയുന്ന കാര്യം, ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ നേരെ അക്ഷയ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ അല്ലെ ഈ പറഞ്ഞ ജനസേവന കേന്ദ്രത്തിലേക്ക് പറഞ്ഞു തള്ളിവിടുകയാണ് ആൾക്കാർ. അപ്പോൾ ഈ ആളുകൾ ഈ പറഞ്ഞ സെൻറ്ററുകളിൽ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നാണ് നിലവിൽ പറയുന്നത്. പക്ഷേ ഈ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ നമ്മളിത് ചെയ്യുന്ന വേളയിൽ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രോപ്പറായിട്ടൊരു ആൻസർ കിട്ടുന്നില്ല. തന്മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നു. ജനങ്ങളുടെ ഡോക്യുമെന്റ്സ് ധാരാളം നമ്മൾ വാങ്ങിച്ച്
ഈ സെൻറ്ററുകളിൽ കുട്ടിക്കമിഞ്ഞ് ഇരിക്കുകയാണ്. അതിൻ്റെ പ്രോപ്പറായിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കെ സ്മാർട്ട് വഴി ഇപ്പം വിവാഹ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, മറ്റുള്ള ഏത് രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഈ പറഞ്ഞ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലെ കറക്ഷൻ തുടങ്ങിയവയെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും പ്രോപ്പറായിട്ട് ഒരു അപ്ഡേറ്റ് കിട്ടുന്നില്ല. ചെയ്യുന്നുണ്ട്, അക്നോളജ്മെന്റ് കിട്ടുന്നുണ്ട്, പിന്നീടുള്ള കാര്യങ്ങൾ, അതായത് ഇത് പഞ്ചായത്തിലേക്ക് മറ്റേ മുനിസിപ്പാലിറ്റിയിലേക്ക് അല്ലെ കോർപ്പറേഷനിലേക്ക് നമ്മൾ ഇത് ആപ്ലിക്കേഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. നമ്മൾ അതിൽ നോക്കുമ്പോൾ A1 സീറ്റ് അല്ലെ A2 സീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു ആഴ്ച കഴിഞ്ഞാൽ പോലും ആ സീറ്റിൽ നിന്ന് ഈ ഫയലുകൾ നീങ്ങുന്നില്ല. അപ്പോൾ ഇത് പഴയ മാനുവൽ അവസ്ഥയിലേക്കാട്ടിലും കൂടുതൽ ടൈം ഇതിലെടുക്കുന്നു. അതാണ് ഇതിനകത്തെ മെയിൻ ഒരു നെഗറ്റീവ് പോയിന്റ്. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് പോയിന്റ് പരിഹരിക്കുവാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നം. അതുപോലെ നമ്മുടെ രാജ്യത്തായാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ സംസ്ഥാനത്തായാലും ഡിജിറ്റലൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഇപ്പം ഞാൻ കാണുന്നത്, ഇപ്പം നമ്മൾ CSC സെൻറ്റർ ആയിക്കോട്ടെ, അക്ഷയ സെൻറ്റർ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ മിനിമം അരമണിക്കൂറിൽ കുറഞ്ഞാണ് ഒരു ആപ്ലിക്കേഷന് ടൈം എടുക്കുന്നത്. അത് തന്നെ ഇതിൻ്റെ ഒരു ന്യൂനതയാണ്. ഇപ്പം സപ്പോർട്ട് നമ്മുടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിക്കോട്ടെ, ഒരു പാസ്പോർട്ട് സൈറ്റിൽ നമുക്ക് മിനിമം ലോകത്തിലെ ഏറ്റവും വലിയ സെൻസിറ്റീവായിട്ടുള്ള ഡോക്യുമെൻ്റാണ് പാസ്പോർട്ട്. ഈ പാസ്പോർട്ട് ചെയ്യാൻ നമുക്ക് വെറും 10 മിനിറ്റേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ സൈറ്റ് അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് അതിനകത്ത് ക്രിയേറ്റിവിറ്റി ചെയ്തേക്കുന്നത്. അപ്പോൾ അത് സിറ്റിസൺ ആയിക്കോട്ടെ, ഈ ഇൻ കേസ് അക്ഷയ ആയിക്കോട്ടെ, ഈ കോമൺ സർവീസ് സെൻറ്റർ ആയിക്കോട്ടെ. പിന്നെ പാസ്പോർട്ട് ചെയ്യാൻ അംഗീകൃത ലോജിനുള്ളത് കോമൺ സർവീസ് സെൻറ്ററുകൾക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്നിരുന്നാൽ കൂടെ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ചെയ്യുവാൻ നമുക്ക് വെറും 10 മിനിറ്റ് മതി. ആ സ്ഥാനത്താണ് നമ്മൾ അരമണിക്കൂറിന് മേളിൽ ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു ടെക്നോളജി നമ്മുടെ സർക്കാർ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെ ലഘൂകരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ഒരു കാര്യം ഈ IT മിഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആയിക്കോട്ടെ, ഇതൊരു സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വരും വരായികളും അതിൻ്റെ തുടർ നടപടികളും എന്താണ് സ്വീകരിക്കാതെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. തന്മൂലം ജനങ്ങൾ ധാരാളം ദുരിതം, ഇതിൻ്റെ ഔട്ട്കം വളരെ മോശമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിനെക്കുറിച്ചിട്ട് ചോദിച്ചാൽ ഒരു കാര്യങ്ങളും അറിയില്ല. ഇപ്പം ഞാൻ ഇതിൽ 2-3 ആപ്ലിക്കേഷൻ ചെയ്ത് ഉള്ള ഒരു പരിചയം വെച്ചിട്ടാണ് എനിക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. ഒന്ന്, ഞാനൊരു മാരേജ് സർട്ടിഫിക്കറ്റ് ഞാൻ ഒരിക്കൽ ചെയ്യുകയുണ്ടായി. മാരേജ് സർട്ടിഫിക്കറ്റ് ചെയ്യുവാൻ പഴയതിലും വെച്ചിട്ട് വളരെ എളുപ്പമാണ് ഇതിൽ. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം മൂലം, ഒന്ന് സെർവറിൻ്റെ കപ്പാസിറ്റി അത് വളരെ കുറവാണ് ഇതിൽ. മൂന്നാമത്തെ പ്രശ്നം, ഈ നമ്മുടെ കസ്റ്റമർ ആയിക്കോട്ടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആധാർ ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ ടൈം ധാരാളം എടുക്കും. ഇതിൽ 3-4 പാസ്വേഡുകളാണ് ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടി വരുന്നത്, OTP ആയിട്ട് വരുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ മൂലം ഇത്രയും അധികം OTP കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അടിയന്തരമായി ഒരു OTPയിലേക്ക് ഇത് സംവിധാനം വെക്കുകയും വേറെ സെക്യൂരിറ്റി മെത്തേഡ്സ്, ഇപ്പോൾ ഇമെയിൽ യൂസ് ചെയ്യാം, മൊബൈലിൽ തന്നെ OTP ആകാതെ ഇമെയിലിലൂടെ OTP കൊടുക്കാം, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇരിക്കെ അതൊന്നും ചെയ്യാതെ കണ്ട് ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം കണ്ടിരിക്കുന്നത്, ഇത് ഇത്രയും നാൾ ഇപ്പോൾ ഏകദേശം ഒരു 1 മന്തോളം ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് യൂസറിൻ്റെ അടുത്തുനിന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ എടുത്ത് പ്രോപ്പറായിട്ട് ഈ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ ഇതുവരെ അധികൃതർക്ക് സാധിച്ചിട്ടില്ല. തന്മൂലം പൊതുജനങ്ങൾ, അക്ഷയ സെൻറ്ററുകൾ, ഈ കോമൺ സർവീസ് സെൻറ്ററുകൾ തുടങ്ങി എല്ലാ ആളുകളും ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്ത് എത്തിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഈ കെ സ്മാർട്ടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട്. സമയപരിധി മൂലം ഞാനത് നിർത്തുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ.